സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനത്തിൽ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നിർബന്ധിതമായി രാഖി കെട്ടിയെന്ന ആരോപണം. വർക്കല താലൂക്ക് ഓഫീസിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധമുണ്ടായി. കുട്ടികൾക്ക് രാഖി കെട്ടണമെന്ന് ടീച്ചേഴ്സിനോട് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ നിർദ്ദേശിക്കുന്ന ശബ്ദ സംഭാഷണം 24-ന് ലഭിച്ചു. ആ സംഭാഷണം കേൾക്കാം. ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക്, ടീച്ചർമാർ നാളെ ഓഗസ്റ്റ് 15-ന് ഭാഗമായിട്ട് ഇതുപോലെ രാഖി ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ കെട്ടുക. അത് രാഖി ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോയും കുട്ടികളെ കയ്യിൽ കെട്ടുന്ന ഫോട്ടോയും ഗ്രൂപ്പിലിടേണ്ടതാണ്. കാരണം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. രാഖി പലതരത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെയ്യുക. രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാകയുടെ തീമിലുള്ള രാഖികൾ നിർമ്മിച്ച് പഴയകാല വിരമിച്ച പട്ടാളക്കാർക്കും പോലീസുകാർക്കും അയച്ചു നൽകുക. ഈ ഒരു ഉത്തരവിനെ കൃത്യമായി മിസ്ഇന്റർപ്രറ്റ് ചെയ്താണ് ഇവിടുത്തെ CDPO, അഡീഷണൽ CDPO ആയിട്ടുള്ള ജ്യോതിലക്ഷ്മി നമ്മുടെ അംഗനവാടി അധ്യാപകരുള്ള ഗ്രൂപ്പിലേക്ക് ഒരു രാഖിയുടെ ചിത്രം, ഇതാണോ തിരങ്ക ബേസ്ഡ് രാഖി? ഇത് RSSകാർ കെട്ടുന്ന രാഖിയാണ്. നോക്കൂ. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. പ്രതീഷ്, ഇത് എന്താണ്? ഇതിനു മുൻപൊന്നും നമ്മൾ കേൾക്കാത്ത പുതിയ ഓരോ രീതിയാണല്ലോ. എന്തുകൊണ്ടാണ് ഓഫീസർ ഇങ്ങനൊരു നിർദ്ദേശം നൽകിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അനുജ, വർക്കല താലൂക്ക് ഓഫീസിന് പരിധിയിൽ വരുന്ന അംഗനവാടിയിലെ ടീച്ചർമാർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. ആ ഓഡിയോയിലാണ് ഈ അധ്യാപകരോട് ഇത്തരത്തിൽ രാഖികൾ കുട്ടികളെ കൊണ്ട് നിർമ്മിക്കണമെന്നും ആ രാഖി കുട്ടികളുടെ കയ്യിൽ കെട്ടണമെന്നും ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വർക്കല താലൂക്ക് ഓഫീസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറാണ് ഇത്തരത്തിലൊരു ഓഡിയോ നിർദ്ദേശം നൽകിയത്. ഇതാണ് വലിയ തരത്തിൽ വിവാദമാവുകയും പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധം ഈ താലൂക്ക് ഓഫീസിലെ വനിതാ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറുടെ മുറിയിലേക്ക് നടത്തുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം, ഈ വനിതാ ശിശു വികസന വകുപ്പ്, അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വനിതാ ശിശു വികസന വകുപ്പ് നേരത്തെ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട്. അതിൽ പറയുന്നത് ഈ ദേശീയ പതാക ഉയർത്തണമെന്നും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കണമെന്നും ഒപ്പം മധുരം വിതരണം ചെയ്യണമെന്നും മാത്രമാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ കുട്ടികളെ കൊണ്ട് രാഖി നിർമ്മിച്ച് അത് ഈ വിമുക്ത ഭടന്മാർക്കും പോലീസുകാർക്കും നൽകണമെന്ന് മാത്രമാണ് ഈ നിർദ്ദേശം. പക്ഷേ അതിന് വിരുദ്ധമായി കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് രാഖി കെട്ടിക്കണം എന്നതാണ് ഈ ഓഡിയോയിലൂടെ പറയുന്നത്. ഇതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെന്ന് കൂടി ഡിവൈഎഫ്ഐ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നിലവിൽ ഈ രാഖി കുട്ടികളുടെ കയ്യിൽ രാഖി കെട്ടണമെന്ന് ഒരു നിർദ്ദേശവും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നൽകിയിട്ടില്ല. അതിന് വിരുദ്ധമായി എന്തുകൊണ്ട് അത്തരമൊരു നടപടി സ്വീകരിച്ചു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഒപ്പം ഈ വർക്കലയിലെ തന്നെ ഒരു കൗൺസിലർ, ഒരു BJP കൗൺസിലർ അംഗനവാടിയിൽ കുട്ടിക്ക് രാഖി കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ചിത്രവും ഇപ്പോൾ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെതിരെ ഉൾപ്പെടെയാണ് വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായൊരു നടപടി വേണമെന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അനുജ, ഇതിലിപ്പോൾ എന്താണ്, നമ്മൾ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറോട് സംസാരിക്കാൻ സാധിച്ചോ പ്രതീഷ്? ഇങ്ങനൊരു നിർദ്ദേശം എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാൻ പറ്റിയോ? അനുജ, ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശദീകരണം നൽകുന്നില്ല. കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം എന്നതാണ് അവർ പ്രധാനമായും ആ ഓഡിയോയിൽ പറയുന്നത്. അത് ഈ സാധാരണ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശ പ്രകാരം ഈ കുട്ടികൾ ദേശീയ പതാകയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ചിത്രം ഈ ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നതാണ് ആ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ആ മാർഗനിർദ്ദേശം വായിക്കുമ്പോൾ ഒന്നും തന്നെ അതിൽ കുട്ടികളുടെ കയ്യിൽ രാഖി കെട്ടണമെന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ ആ രാഖി കെട്ടുന്ന ചിത്രം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നോ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നില്ല. അതാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചിട്ടുള്ള കാര്യം. മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഈ ഉദ്യോഗസ്ഥ പ്രവർത്തിച്ചു എന്നതാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിൽ ഒരു നടപടി വേണമെന്നതാണ് ഇവർ പറയുന്ന കാര്യം. ഈ ഉദ്യോഗസ്ഥ നിലവിൽ ആ ഓഫീസിലില്ല, ഓഫീസിൽ എത്തിയിട്ടില്ല. അവരുടെ മുറിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അനുജ,
തിരുവനന്തപുരത്താണ് സ്വാതന്ത്ര്യദിനത്തിൽ അങ്കണവാടിയിലെ കുട്ടികൾക്ക് നിർബന്ധിതമായി രാഖി കെട്ടിയെന്ന ആരോപണം ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചിരിക്കുകയാണ്. രാഖി കെട്ടണമെന്ന് ടീച്ചേഴ്സിനോട് അവിടുത്തെ ഓഫീസർ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ നിർദ്ദേശിക്കുന്ന ഒരു ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇവർ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നതിൽ വ്യക്തതയില്ല. കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ നിലവിൽ അങ്കണവാടിയിലേക്ക്, അവരുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. അങ്കണവാടി കുട്ടികൾക്കാണ് ഇത്തരത്തിൽ രാഖി കെട്ടിച്ചത് എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തിയത്.